കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ഈ വാക്യം പരിചിതമാണ്. സ്തോത്രം. ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്ര തുടങ്ങപ്പെടുന്ന സമയത്ത് നാളുകൾ വർഷങ്ങൾ കൊണ്ട് അവരെ ദണ്ഡിപ്പിച്ച് ഭാരപ്പെടുത്തി അടിമനുഖത്തിൻ്റെ കീഴിലാക്കി വെച്ച ഫറവോൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടു വന്നൊരു ആഗ്രഹമാണ് നമ്മളിവിടെ വായിപ്പാൻ തക്കവിടെ വിട വന്നത്. എന്തുവാ അതിൻ്റെ അർത്ഥം? 15-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെങ്കടലിൽ കടന്ന് അക്കരെ കയറി ഇസ്രായേൽ ജനം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പാടുന്നൊരു പാട്ടും കൂടിയാണ്. അപ്പോൾ ആ പാട്ടിനകത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ ശത്രു അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ നിന്ന ഫറവോനും ആധിപത്യങ്ങൾ ഞങ്ങളെ പിന്തുടരുമെന്നും പിടിക്കുമെന്നും കൊള്ള പങ്കിടുമെന്നും ഞങ്ങളുടെ ആശ അവരാൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ് അവരെ പിന്തുടർന്നു. സ്തോത്രം. എന്നാൽ ദൈവം അത് അനുവദിച്ചില്ല. എന്താ ഈ സന്ദേശത്തിൽ അല്ലെങ്കിൽ ഈ വാക്യത്തിനകത്ത് നിന്ന് ദൈവാത്മാവ് നമുക്ക് നൽകുന്നൊരു സന്ദേശം? നമ്മൾ പല അടിമത്വത്തിനകത്ത് നിന്ന് പല മേഖലകൾക്കകത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നെങ്കിലും ഇന്നും നമ്മളെ പിന്തുടരുന്ന ചില മേഖലകളുണ്ട്, നമ്മളെ അനുഗമിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഫറവോനെ പോലെ, ഫറവോൻ്റെ ആധിപത്യങ്ങളെ പോലെ നമ്മുടെ സ്തോത്രം നമ്മുടെ ജീവിതത്തിന് വിരോധമായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് വാഗ്ദത്ത ദേശത്തേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് വിരോധമായിട്ട് നിന്ന് നമ്മളെ പിന്തുടരുന്ന പാരമ്പര്യങ്ങളുണ്ട്. എന്നാൽ സ്തോത്രം അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിന്തുടർന്ന ശത്രുവിനോട് ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുകയാണ്. എന്തുമായിരുന്നു? നീ കാറ്റിനെ ഊതിച്ചു, കടലവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണുപോയി. സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? പിറകെ വന്ന ശത്രുവിൻ്റെ പദ്ധതികളെ പോലും ഉടച്ചു കളയുന്ന ഒരു ദൈവകരം അവിടെ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവന്നു, അല്ലേ? സ്തോത്രം. അവരെ പിൻഗമിച്ച് വന്ന, അവരെ അനുഗമിച്ച് അവരെ പിടിച്ചു തിരികെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അവരുടെ കൊള്ളയെ ഞാൻ പങ്കിടും, എൻ്റെ ആഗ്രഹം ഞാൻ അവരാൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് അല്ല സ്തോത്രം നമുക്കെതിരെ നിന്ന ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവകരം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഒന്നുകൂടെ ഞാൻ ഈ ചിന്തയോട് ചേർന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ശത്രു എപ്പോഴും മുൻപിലാണ്, അല്ലേ? എന്നാൽ നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ സ്തോത്രം മുൻപിൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ശത്രു പലപ്പോഴും നമ്മുടെ പിറകെ. അവിടെ നോക്കുമ്പോൾ ഇസ്രായേൽ ജനം പുറകിലോട്ട് നോക്കിയപ്പോഴാണ് ഫറവോന് സൈന്യത്തെയും കാണുവാനിട വന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ആരാ പോയെ? ദൈവത്തിൻ്റെ മേഘം, ദൈവത്തിൻ്റെ സാന്നിധ്യം. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, ദൂതന്മാരുടെ സാന്നിധ്യം പുറകെ നിന്ന് മാറി അത് മുൻപിലേക്ക് പോയതായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്താൽ നമ്മുടെ മുൻപിൽ ദൈവമുണ്ട്, അല്ലെ? സ്തോത്രം. ദൈവഭക്തന്മാർ തിരുവചനത്തിൽ എഴുതി വെച്ച്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുൻപിൽ ആരുണ്ട്? ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പിറകെ യാത്ര ചെയ്ത് പൊക്കഴിഞ്ഞാൽ പിറകിലുള്ള ശത്രുവിനെ നീ നോക്കേണ്ട കാര്യമില്ല. എത്ര ശക്തനാണെങ്കിലും എത്ര വലിയവനാണ് നമ്മുടെ പിറകിലുണ്ടെങ്കിലും പ്രൈസലോ നമ്മുടെ മുൻപിലുള്ള ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. എങ്കിൽ ഒരു ശത്രുവും നിന്നെ പിടിച്ചുകൊണ്ടു പോകത്തില്ല. ഇനി അഥവാ നമ്മളെ പിൻഗമിക്കുന്ന ശത്രുവിനെ ദൈവം തന്നെ അത് കൈകാര്യം ചെയ്ത് ക്രമീകരണങ്ങൾ വരുത്തി നമ്മുടെ ശുഭകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പാൻ തക്കവണ്ണം ദൈവ ശക്തനാണ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാനിടയാക്കണം. ഞങ്ങളുടെ പിറകിൽ നിൽക്കുന്ന ശത്രുമണ്ഡലങ്ങളെ ദൈവം തകർക്കും. വാഗ്ദത്ത ദേശത്ത് സേഫായി എത്തിച്ചേരുവാൻ അവിടെ നിന്ന് കൃപ നൽകും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.